ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ സബ്വൂഫർ ആംപ്ലിഫയർ. ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സബ്വൂഫർ ആംപ്ലിഫയർ. ഈ സബ്വൂഫർ അസംബിൾ ചെയ്തിട്ടുള്ളത് ഒരു PC ബോക്സിലാണ്. അതായത് നമ്മുടെ PC കമ്പ്യൂട്ടറിനുള്ളിൽ ഉണ്ടാകുന്നൊരു SMPS ആണ്. ആ SMPSൻ്റെ ക്യാബിനറ്റാണ് നമ്മൾ ഇവിടെ ആംപ്ലിഫയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അലുമിനിയം ക്യാബിനറ്റാണ്. അപ്പോൾ ഞാനത് റീപെയിൻറ്റ് ചെയ്ത് നല്ല ഒരു ആംപ്ലിഫയറിൻ്റെ ലുക്കിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്യാബിനറ്റിന് നല്ല പോലെ എയർ വെൻസ് ഉണ്ട്. അത് കാരണം ഹീറ്റ് ഉള്ളിൽ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി പോകുന്നതാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ നമ്മൾ നല്ലൊരു കൂളിംഗ് ഫാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലത്തെ ട്രാൻസിസ്റ്റർ ബോർഡ് ലേശം ഹീറ്റ് ആവും. അപ്പോൾ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാനാണ് നമ്മുടെ ഈ കൂളിംഗ് ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫിൽട്ടർ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. സബ്വൂഫറിന് ഫിൽട്ടർ ബോർഡ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ USB കിറ്റിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, അത് നല്ല വോക്കൽ ഉണ്ടാവും. അപ്പോൾ ആ വോക്കൽ ക്യാൻസൽ ചെയ്തിട്ട് ലോ ഫ്രീക്വൻസി, അതായത് ബാസ്, അത് മാത്രമാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ്. ഇനി ഈ വെള്ള വയറാണ് നമ്മുടെ സബ്വൂഫർ ഔട്ട്, അതായത് നമ്മുടെ സ്പീക്കർ കണക്ട് ചെയ്യേണ്ട വയർ. ഞാൻ നല്ലൊരു ഗേജ് കൂടിയ സബ്വൂഫർ വയറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വയർ നല്ലപോലെ ഹീറ്റ് ആവും. ഇതാണ് നമ്മൾ പവർ വയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ട വയർ. ഇവിടെ നമ്മളെപ്പോഴും കോപ്പർ വയർ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഹമ്മിങ് നോയ്സ് കേൾക്കും. പിന്നെ ഇതാണ് നമ്മുടെ സിഗ്നൽ വയർ, അതായത് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. അതിലേതെങ്കിലും ലെഫ്റ്റോ റൈറ്റോ ഗ്രൗണ്ട്, ആ വയർ കണക്ട് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. നമ്മൾ പിന്നെ നമ്മുടെ കൂളിംഗ് ഫാൻ ബാക്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കൂളിംഗ് ഫാനാണ്. അത് നമ്മൾ നോയ്സ് എന്ന് പറഞ്ഞ സാധനമേ ഇതിൻ്റെ കേൾക്കില്ല. അതാണ് അത്രയും സൈലൻറ്റ് കൂളിംഗ് ഫാനാണ് നമ്മൾ എൻ്റെ ബാക്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അല്ല, നമ്മൾ ഒരു ലോ ക്വാളിറ്റി കൂളിംഗ് ഫാനൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്കൊരു ഹമ്മിങ് നോയ്സ് വരും. ഇനി നമുക്ക് നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മൾ 4 സ്ക്രൂ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആംപ്ലിഫയർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ബോർഡാണ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾഭാഗം വരുന്നത്. ആകെ 2-3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ സബ്വൂഫറിൻ്റെ ബോർഡ്, 2 നമ്മുടെ ടൊറോയുടെ SMPS, പിന്നെ ഒരു ചെറിയൊരു റെഡ് ഇൻഡിക്കേറ്റർ LED നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ടൊറോയുടെ SMPSൻ്റെയും അതുപോലെ തന്നെ കുമാർ ഓഡിയോസിൻ്റെ മോണോ തണ്ടർ 4 ട്രാൻസിസ്റ്റർ ബോർഡിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ റിവ്യൂ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് ഈ ബോർഡിൻ്റെയും SMPSൻ്റെയും കുറച്ചുകൂടി ഒരു ബേസിക് ഒരു അറിവ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആംബിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ സബ്വൂഫർ ബോർഡ്. അതിൽ തന്നെ ഒരു നല്ലൊരു അതായത് നമ്മുടെ ഒരു കൂളാവാനായിട്ട് നല്ലൊരു ഹീറ്റ് സിങ്ക് അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ബോർഡ് അത്രയൊന്നും ഹീറ്റ് ആവുന്നില്ല, എന്നാലും വലിയൊരു ഹീറ്റ് സിങ്ക് ആണ് ഈ ബോർഡിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കൂളിംഗ് ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡ് ഹീറ്റ് ആവില്ല, അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണേലും പാട്ട് കേൾക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ, നമ്മുടെ SMPSൻ്റെ ടൊറോയിഡ് ട്രാൻസ്ഫോമറാണിത്. ഈ SMPS നല്ലൊരു SMPS ആണ്. 10 ആംപിയർ എന്ന് പറഞ്ഞാൽ പക്ക 10 ആംപിയർ തന്നെ നമുക്ക് കിട്ടും. ഫുള്ള് കെൽട്രോൺ കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്വാളിറ്റി ട്രാൻസിസ്റ്റേഴ്സാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കണക്ഷൻസ്, അതായത് നമ്മുടെ SMPS എന്ന് പറഞ്ഞ 20/720 നേരെ നമ്മുടെ ബോർഡിലേക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ സബ് ഔട്ടും അതുപോലെ തന്നെ ഇൻപുട്ടും നമ്മൾ പുറത്തേക്ക് വയറായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 12 വോൾട്ട് പ്ലസ് മൈനസ് അതും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വേറൊന്നും നമ്മളിതിൽ വയറിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ ഇൻപുട്ട് വയർ വരുന്നത്. ഇതിൻ്റെ ഈ ബോർഡിൻ്റെ റിവ്യൂവിൽ ഞാൻ ഇതിൻ്റെ വയറിംഗ് എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വയറിംഗ് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. പിന്നെ നമ്മളൊരു ചെറിയ ഇൻഡിക്കേറ്റർ, അതായത് ഒരു റെഡ് നമ്മുടെ ആംപ്ലിഫയർ ഓണായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു റെഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ വെൻറ്റിൻ്റെ ഇടയിൽ കൂടെ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഭംഗി തന്നെയാണ്. അതിനായിട്ടാണ് നമ്മളൊരു റെഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിമൊക്കെ ആ ലൈറ്റ് റെഡ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഘടിപ്പിച്ചാൽ മതി. എന്നാലും ഞാനൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ ഇൻസൈഡ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ഇത് ഫിൽട്ടർ ബോർഡ് ഇല്ലാണ്ട് എങ്ങനെ വർക്ക് ചെയ്യുക, നല്ല ക്ലാരിറ്റി ഒക്കെ എങ്ങനെ കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം.
ഗൈസ്, അപ്പോൾ നമ്മൾ വയറൊക്കെ ഒന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻപുട്ട് വയറും അതുപോലെ തന്നെ നമ്മുടെ പവർ സോഴ്സ്, അതായത് 12 വോൾട്ട് ഇൻപുട്ടും നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ ആംപ്ലിഫയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, ഈ വയർ കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇൻപുട്ട്. ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്കും ഞാൻ പറഞ്ഞുതരാം. എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓഡിയോ ജാക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഓഡിയോ ജാക്കിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്നുള്ള ഇൻപുട്ടാണ് ഈ 3 വയർ. അപ്പോൾ ഈ 3 വയറിൽ നമ്മൾ ഒന്നെങ്കിൽ ലെഫ്റ്റും ഗ്രൗണ്ടും അല്ലെങ്കിൽ റൈറ്റും ഗ്രൗണ്ട് ഏതെങ്കിലും ഒന്ന് എടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ 2 ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഈ 3 എടുക്കാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റും 1K റെസിസ്റ്റർ ഇട്ടൊന്ന് ഷോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഷോർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ഗ്രൗണ്ട് അങ്ങനെയുള്ളൊരു 2 ടെർമിനൽസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വയർ. അത് ഞാനൊരു വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നല്ലൊരു അലുമിനിയം വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ റെഡ് വയറാണ് അതിൻ്റെ ഗ്രൗണ്ട്. പിന്നെ മറ്റേത് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. പിന്നെ ഈ ഗ്രൗണ്ട് അതുപോലെ തന്നെ ബാറ്ററിയുടെ വയർ അതുപോലെ സബ്വൂഫറിൻ്റെ വയർ ഇവയൊക്കെ നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് സബ്വൂഫറിൻ്റെ വയർ ഒരു കട്ട് പോലും പാടില്ല. അങ്ങനെ കട്ട് വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ആവും. അതായത് നമ്മുടെ സബ്വൂഫറിലേക്ക് വരുന്നത് ഒരു 100-150 വാട്ട്സൊക്കെയാണ് നമ്മുടെ സബ്വൂഫറിലേക്ക് വരിക. അപ്പോൾ അത് നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. പിന്നെ നമ്മുടെ 12 വോൾട്ട് പ്ലസും മൈനസും ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പോൾ മാറിപ്പോകരുത്. ഇപ്പം ഞാനിത് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറായിട്ടാണ്. അപ്പോൾ ഇതിന് നമ്മൾ വേറെ SMPSോ ഒന്നും വെക്കേണ്ടതില്ല നമ്മളിത്. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റൈറ്റിൽ മാത്രമാണ് നമ്മൾ ചാനൽ കൊടുത്തിട്ടുള്ളൂ. റൈറ്റ് ചാനൽ മാത്രമാണ് നമ്മുടെ സബ്വൂഫർ ആമ്പ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ വയറും കഴിഞ്ഞു, സബ്വൂഫർ അതുപോലെ തന്നെ എല്ലാ വയറും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സബ്വൂഫർ ആംപ്ലിഫയർ അതായത് 12 വോൾട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് UPS ആണ്. UPSൻ്റെ ഉള്ളിൽ 7 ആമ്പിയറിൻ്റെ ഒരു ആസിഡ് ലിഡ് ബാറ്ററി ഉണ്ടാവും. അപ്പോൾ ആ ബാറ്ററി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നമുക്ക് വേറെ SMPSോ ഒന്നും വേണ്ട, നമുക്ക് ഈ UPSൻ്റെ ബാറ്ററി തന്നെ മതി. ഞാനിപ്പോൾ ആ UPSൻ്റെ ബാറ്ററി ഒന്ന് ഷോർട്ട് ചെയ്യാം. അത് തന്നെയാണ് അതിൻ്റെ ബാറ്ററി, ഞാൻ വേറെ ഒരു എക്സ്ട്രാ ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ UPSൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ ഒരു 7 ആംപിയേഴ്സ് വരും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്ഫോമർ എപ്പോഴും ആ ബാറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു 3 ആംപിയർ കിട്ടും. അപ്പോൾ 3 + 7 ഒരു 10 ആംപിയർ കറണ്ട് കിട്ടും. ആ 10 ആംപിയർ കറണ്ട് ധാരാളമാണ്. ഒരു JBL 1500 JBL ഓടാൻ ആ കറണ്ട് ധാരാളമാണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു SMPS മേടിക്കേണ്ട, അതുപോലെ തന്നെ വേറെ കാറിൻ്റെ ബാറ്ററി ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആമ്പിൻ്റെ പ്ലസും മൈനസ് ടെർമിനൽസ്. ഇത് ഞാനൊന്ന് ജസ്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ അതായത് റൈറ്റ് ടെർമിനൽ കണക്ട് ചെയ്തു. അതേപോലെ നമ്മുടെ പ്ലസ് മൈനസ് നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂളിംഗ് ഫാൻ കറങ്ങുന്നതാണ്, അതായത് നമ്മുടെ ആമ്പ് ഓണായി. ഇനി നമുക്ക് നമ്മുടെ സബ്വൂഫർ കണക്ട് ചെയ്തിട്ടില്ല, സബ്വൂഫറും കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കൂടി കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സബ്വൂഫർ ഔട്ട് വരുന്നത്. ഈ സബ്വൂഫർ ഔട്ട് കൂടി നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം ഗൈസ്. ഇപ്പോൾ എല്ലാ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആമ്പ് ഓണാക്കുന്നില്ല, നമുക്ക് ആദ്യം നിന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഓണാക്കാം. കമ്പ്യൂട്ടർ ഓണാക്കിയിട്ടേ നമ്മുടെ ആമ്പ് ഓണാക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഫിൽട്ടർ ബോർഡ് ആഡ് ചെയ്യാത്ത കാരണം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ബോർഡ് അതായത് നമ്മുടെ ആംപ്ലിഫയർ ആദ്യം ഇൻപുട്ട് കൊടുക്കണേക്ക് മുന്നേ നമ്മുടെ ആംപ്ലിഫയർ ഓണാക്കിയാൽ ഒരു ഹമ്മിങ് നോയ്സ് എന്നല്ല പറയുക, ഒരു ബാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് സബ് നന്നായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓണാക്കിയിട്ട് നമ്മുടെ ആമ്പ് ഓണാക്കാൻ പാടുള്ളൂ, അപ്പോൾ സീൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ വയറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹൈ എൻഡ് PC ഒന്നുമല്ല, ഒരു സാധാരണ ഒരു PC തന്നെയാണ്. അപ്പോൾ അതിൽ Windows 7 ഞാനിപ്പോൾ എടുക്കുന്നത്. ഉബുണ്ടുവിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഉബുണ്ടുവിൽ ചെയ്യണേക്കാട്ടും കുറച്ചുകൂടി ക്ലാരിറ്റി അതുപോലെ തന്നെ ഒരു ഹൈ എൻഡ് ബാസ് കിട്ടുന്നത് നമുക്ക് വിൻഡോസിലാണ്. അപ്പോൾ ഞാനത് തന്നെയാണ് വിൻഡോസ് എടുത്തത്. വിൻഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വോളിയം മാനേജ്മെൻറ്റ് അതായത് വോളിയം മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫയലുണ്ട്. എല്ലാ വിൻഡോസിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒട്ടുമിക്ക കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. ഇതാണ് ആ പേജ്. അപ്പോൾ ഈ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വരുന്ന ഓഡിയോ ഔട്ട്പുട്ട് നമുക്കൊരു 5.1 അതായത് സ്റ്റീരിയോ അതുപോലെ തന്നെ ക്വാഡ് ഗ്രാഫിക് അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ആക്കിയിടാം. അപ്പോൾ ഞാനിവിടെ 5.1 ഇട്ടിട്ടുള്ളത്. അപ്പോൾ 5.1 ഇടുമ്പോൾ നമുക്ക് സെൻറ്റർ അതുപോലെ തന്നെ
റയർ സ്പീക്കർ, അതുപോലെ തന്നെ സബ് വൂഫർ ഒക്കെ കാണാം. അപ്പോൾ നമ്മളതിൽ നമുക്ക് വേണമെങ്കിൽ 5.1 ഇൻപുട്ടാണ്, 5.1 ഹോം തിയേറ്റർ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് 5.1 ഇട്ടിട്ട് എല്ലാ സ്പീക്കറും ഓൺ ചെയ്തിട്ടാൽ മതി. അല്ല നമ്മൾ കൊടുക്കുന്ന സ്പീക്കർ മാത്രം നമുക്ക് ഓൺ ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഞാനതിൽ സെൻട്രൽ സ്പീക്കറും അതുപോലെ തന്നെ സബ് വൂഫറും ഈ രണ്ടും നമ്മൾ ഓൺ ചെയ്തിടണം. അപ്പോൾ ആ രണ്ടും നമ്മൾ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഈ മ്യൂസിക് പ്ലേ ആവുന്നുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ ഓഡിയോ എടുക്കാത്തത് നമുക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ സംഭവം കിട്ടാണ്ടിരിക്കാനാണ് നമ്മൾ ഓഡിയോ എടുക്കാത്തത്. അപ്പോൾ നമ്മുടെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഒരു സാധാ ഒരു സ്പീക്കറിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ സബ്ബ് പാട്ട് പാടുമെന്ന് പറയില്ലേ, അതാണ് ഫിൽറ്റർ ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ സബ്ബ് പാട്ട് പാടുന്നുണ്ട്. അതിനൊരു വഴിയുണ്ട്, ആ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മുടെ മറ്റേ ഫയൽ അതൊന്നുകൂടി എടുത്തിട്ട് സെൻറ്റർ സ്വാപ്പ് അതുപോലെ തന്നെ സബ് വൂഫർ സ്വാപ്പ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലോ ഫ്രീക്വൻസി മാത്രം നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസി മാത്രം മതി നമ്മുടെ ആമ്പിന്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ലോ ഫ്രീക്വൻസി മാത്രമാക്കിയിട്ട് ഞാൻ ഇട്ടു. ഇപ്പം നല്ല രീതിയിൽ ബാസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ് സ്ക്രീൻ വരെ കിടന്ന് കൊല്ലുന്നുണ്ട്. അപ്പോൾ അതേപോലെ ബാസ് കിട്ടുന്നൊരു ആംപ്ലിഫയറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വിൻഡോസിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് നോക്കി കാണാം, നമ്മുടെ സ്ക്രീൻ കിടന്ന് ഇളകുന്നത് നമുക്ക് കാണാം. അത് കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണമാണ് ഞാൻ അപ്പോൾ മ്യൂസിക് ഇടാത്തത്. ഇതാണ് നമ്മുടെ സബ് വൂഫർ. ഇത് ഡൈനിറ്റി എന്ന് പറഞ്ഞൊരു സബ് വൂഫറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാകെ ഒരു 120 വാട്ട്സ് വരുന്ന ഒരു 8 ohmസിൽ വർക്ക് ചെയ്യുന്ന ഒരു സബ് വൂഫറാണ്. 100 വാട്ട്സാണ് RMS ഉള്ളൂ, പക്ഷേ നമ്മുടെ ആംപ്ലിഫയർ 120 വാട്ട്സ് RMS ഉണ്ട്. അപ്പോൾ നല്ല ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സബ്ബാണ് നമ്മുടെ കമ്പ്യൂട്ടർ കുറച്ച് നേരത്തെ ഇളക്കുന്നുണ്ടായിരുന്നത്, ഇപ്പോഴും ഇളക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഓരോ സാധനത്തിൻ്റെ റേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ ഒരു കോസ്റ്റ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നിർമ്മിക്കാം. പിന്നെ ഇതേപോലെ തന്നെ 1000 രൂപ തൊട്ട് ഈ ആംപ്ലിഫയർ, അതായത് ഏത് ആംപ്ലിഫയറും സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ എൻ്റെ ശബ്ദം, അതായത് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതായത് എൻ്റെ ശബ്ദം ഇങ്ങനെ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ പുതിയ ഒരാളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കണൊന്ന് നൈസായിട്ട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതാണ്. അത്രയേ വല്ല ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ബൈ.